ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. നിയന്ത്രണങ്ങളുടെ ഭാഗമായി ശബരിമലയിലെ ഭക്തജന തിരക്കിൽ കുറവുണ്ട്. അതേസമയം നാളെ മുതൽ കൂടുതൽ അരവണ ലഭ്യമാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ശബരിമലയിൽ നിയന്ത്രണത്തിന്റെ വിധേയമായി തിരക്കിന് ഒരല്പം കുറവുണ്ട്. പക്ഷേ ഇപ്പോഴും അരവണയുടെ കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. വിവരങ്ങൾ. തീർച്ചയായും ശബരിമലയിൽ ഇന്ന് തിരക്കിന് അല്പം കുറവുള്ളതായി തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ, അതായത് 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിരുന്നു. ഇത് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും നേരിട്ടിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ആ തരത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടില്ല. ഉച്ചസമയത്തെല്ലാം തിരക്കൊഴിഞ്ഞ നിലയിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നടപ്പന്തലെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ, ഭക്തജനങ്ങൾ എത്തിക്കൂടുന്ന ഒരു സാഹചര്യവും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അരവണ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോഴും നീണ്ട ക്യൂകൾ നീളുന്നത് അരവണ കൗണ്ടറുകൾക്ക്, അതായത് പ്രസാദ കൗണ്ടറുകൾക്ക് മുന്നിൽ തന്നെയാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഭക്തന് 5 അരവണ ടിൻ വീതം മാത്രമാണ് ഇപ്പോഴും നൽകുന്നത്. ഇതൊരു പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് നടക്കുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ധാരാളം അരവണ ടിൻ വാങ്ങി വീട്ടിലേക്ക് അവരുടെ സുഹൃത്തുക്കളൊക്കെല്ലാം കൊണ്ടുപോകുന്ന, പ്രസാദത്തിന്റെ ഭാഗമായി തന്നെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നിയന്ത്രണം എന്നതോടുകൂടി ആളുകൾ പലതവണ ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ദേവസ്വം പലതവണയായി ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി മറികടക്കും, നിയന്ത്രണങ്ങളെല്ലാം എടുത്തു മാറ്റുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടി പ്രശ്നങ്ങൾക്ക് പക്ഷേ പരിഹാരം കാണാൻ ദേവസ്വം ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവർത്തിച്ച് വ്യക്തമാക്കിയത് നാളത്തോടുകൂടി കൂടുതൽ അരവണ ടിന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ്. മുൻപും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി മാത്രം സാധിച്ചിട്ടില്ല. ശരി, സന്നിധാനത്ത് നിന്നും ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.